ഇറാനെതിരെ യുദ്ധമുന്നറിയിപ്പുമായി അമേരിക്ക. ആണവധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ യുദ്ധമെന്ന് അമേരിക്ക. ശക്തമായ സൈനിക സംവിധാനങ്ങൾ ഇറാനിലേക്ക് പുറപ്പെട്ടെന്ന് ട്രംപ്. വിമാനവാഹിനിയായ അബ്രഹാം ലിങ്കൺ കപ്പൽ ഉൾപ്പെടെയാണ് ഇറാനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐസൻ, ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഉൾപ്പെടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്ക് കടക്കുകയാണോ? നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അതല്ലെങ്കിൽ ട്രംപിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായൊരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായതോ ആയ ഒരു ആക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന നിലപാടാണ് അദ്ദേഹം സമൂഹ മാധ്യമ കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു സാഹചര്യം ഈ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നു എന്നത് ഒരു വസ്തുതയായി തന്നെ മുന്നിൽ നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ, അതായത് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു സൈനിക നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സൈന്യം ഇറാനെ ലക്ഷ്യമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, കരീബിയൻ കടലിൽ വെനസ്വേലയ്ക്ക് നേരെ നടന്ന ഏറ്റവും ശക്തമായ സൈനിക നീക്കത്തിനേക്കാൾ ശക്തമായ സൈനിക നടപടിയാണ് ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനൊരൊറ്റ നിർദ്ദേശം അല്ലെങ്കിൽ ഒറ്റ നിബന്ധന മാത്രമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിബന്ധന എന്ന് പറയുന്നത് ആണവ ധാരണയ്ക്ക് തയ്യാറാവുക, അതിനായി ചർച്ചയ്ക്ക് തയ്യാറാവുക, ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ആണവ ധാരണയിലേക്ക് എത്തുക എന്ന കൃത്യമായൊരു നിലപാട് ട്രംപ് തന്റെ സമൂഹ മാധ്യമത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആ ഒരു നിലപാടിന് തയ്യാറായില്ലെങ്കിൽ ആക്രമണം തീർച്ചയായും ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് സമാനമായ മറ്റൊരു ആക്രമണം കൂടി ഇനിയും ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിലെ ജനകീയ പ്രക്ഷോഭം, അതായത് സർക്കാരിനെതിരായ പ്രക്ഷോഭം തുടരുന്നു. അതുപോലെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ സാമൂഹ്യമായും രാഷ്ട്രീയമായും നേരിടുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇനിയും ഇത്തരത്തിലൊരു യുദ്ധം നേരിടുന്നത് അല്ലെങ്കിൽ ഒരു വലിയ അതിശക്തമായ സൈനിക നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്ത് തന്നെയായാലും ആണവ ധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്ന് വളരെ പ്രത്യക്ഷമായി തന്നെ ട്രംപ് തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഐസൻ, ഒപ്പം തന്നെ ഇറാന്റെ നിലപാട് കൂടി നമ്മൾ ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ ഒരു ചർച്ച സാധ്യമല്ല എന്ന് ഇറാൻ കർശനമായ നിലപാട് എടുത്തിരിക്കുകയാണ്. അതായത് നേരിടാൻ തന്നെയാണ് ഇറാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധഭീതിയിലേക്ക് ഒരിക്കൽ കൂടി പശ്ചിമേഷ്യ നീങ്ങുന്ന സാഹചര്യമല്ലേ? നിലവിലെ സാഹചര്യത്തിൽ യുദ്ധഭീതിയിലേക്ക് പോകുന്നു എന്ന് പറയാൻ സാധിക്കുമെങ്കിലും നമുക്ക് അറിയാവുന്നതാണ്, ഇത്തരം ഒരു അതിസങ്കീർണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, പശ്ചിമേഷ്യയിലെ ഇത്തരം ഒരു സൈനിക നീക്കം നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ഒരു ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങാതെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് ആ പ്രശ്നം ഒരു സമാധാനത്തിന്റെ സ്വഭാവത്തിലേക്ക് വരികയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ കൂടുതൽ ആണവ ധാരണയ്ക്ക് പ്രേരിപ്പിക്കുക എന്ന നീക്കം തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഒരു സമാധാന സാഹചര്യം നിലനിർത്താനുള്ള ഒരു പശ്ചാത്തലമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുക എന്നത് ഗൗരവമേറിയ മറ്റ് പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും. ഗാസയിലെ സമാധാന ധാരണ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇസ്രായേലുമായുള്ള നടപടികൾ സംബന്ധിച്ചും ഒക്കെ തന്നെ കൃത്യമായ ഒരു നീക്കം, ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന്റെ സമാനമായ നീക്കം നടത്തുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന ബോധ്യം നിലനിൽക്കുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഇനിയും ആണവായുധശേഷി ഫോർമുല വഹിക്കാവുന്ന ആണവ സംവിധാനങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്നും ഇസ്രായേലും അതുപോലെ തന്നെ അനുബന്ധ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായും ഒരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുന്നു എന്ന സാഹചര്യം സംശയകരമായി തന്നെ സൂചിപ്പിക്കുന്ന ഒരു പശ്ചാത്തലവും നിലനിൽക്കുന്നത്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായൊരു സമ്മർദ്ദം ചെലുത്തി ആണവ ധാരണയിലേക്ക് ഇറാനെ കൊണ്ടുവരിക എന്ന കൃത്യമായൊരു നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അതിനെ ഒരു സമഗ്രമായ ആണവ ധാരണയിലേക്ക് ഇറാൻ വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ, UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളും ഒരു സമാധാനത്തിന്റെ വശത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ആണവ ധാരണയിലേക്ക് ഇറാനെ നിർബന്ധമായും എത്തിക്കാൻ സാധിക്കുമെന്ന ഒരു നയതന്ത്രപരമായ ഒരു നിലപാടും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരേ സമയം തന്നെ യുദ്ധഭീതിയും അതേസമയം തന്നെ യുദ്ധം ഒഴിവാക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുവെങ്കിൽ കൂടി യുദ്ധഭീതിയിലേക്ക് പോകുന്നു എന്ന ഒരു പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഭീതിയുടെ സാഹചര്യം ഉണ്ടാകുന്നു എന്ന പശ്ചാത്തലം തള്ളിക്കളയാനാവില്ല. നീലിമ. ഓക്കെ ഐസൺ, ചർച്ചകളുടെ സാധ്യത ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സൈനിക ഭീഷണിക്കൊപ്പമുള്ള നയതന്ത്രം ഫലപ്രദമാകില്ല എന്നാണ്
ഇറാന്റെ നിലപാട്. ഒപ്പം ഈ ട്രംപ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നത് സമ്മർദ്ദത്തിലാക്കാൻ ആണ് എന്നുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും പുറത്തുവരികയാണ്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.